ഗുഡ് മോർണിംഗ്. കുറച്ച് നാൾ മുമ്പ് ഒരു ചെടിക്കടയിൽ അവിടെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന കുറച്ച് റോസാ ചെടികളായിരുന്നു ഇതൊക്കെ. ഇവരിപ്പോൾ ഈ നിൽക്കുന്ന പോലെ ഇത്രത്തോളം ഹെൽത്തി ആയിട്ടൊന്നും അല്ല എൻ്റെ കയ്യിൽ കിട്ടിയത്. വെറും കമ്പ് മാത്രമായിട്ട് ഇലകളൊന്നും ഇല്ലാണ്ടാണ് ഇവരെ എൻ്റെ കയ്യിൽ കിട്ടിയത്. പക്ഷേ ഇപ്പോൾ നോക്കൂ എത്രത്തോളം ഹെൽത്തിയാണ്. എല്ലാ ചെടികളിലും പൂക്കളും മുട്ടും ഒക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ പൂക്കൾ ഇടുമ്പോഴാണ് ഇവർക്ക് ഇന്ന കളറിലുള്ളവരാണെന്ന് പോലും ഞാൻ തിരിച്ചറിയുന്നത്. കാരണം ഏത് കളറിലുള്ള റോസയാണെന്നൊന്നും അറിഞ്ഞിട്ടല്ല ഞാനിതിനെ എടുത്തുകൊണ്ട് വന്നത്. കൂട്ടത്തിലെ ഏറ്റവും ഡാമേജ്ഡ് ആയിട്ടുള്ളൊരു ചെടിയായിരുന്നു ഇത്. പക്ഷേ കണ്ടോ, ആദ്യം തന്നെ പൂക്കളൊക്കെ ഇട്ട് ആളുടെ അസുഖങ്ങളൊക്കെ പതുക്കെ മാറി മാറി വരുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് നിറയെ പുതിയ മുട്ടുകളുമാണ്. നമ്മൾ റോസാ ചെടി നടുമ്പം നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് വേണം നടാൻ വേണ്ടിയിട്ട്. പിന്നെ ഏറ്റവും നല്ലത് രാവിലെ ഒരു 8 മണിക്ക് മുമ്പ് വെള്ളം ഒഴിക്കുന്നതാണ്. പുറത്തുനിന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന യാതൊരു വളങ്ങളും ഞാൻ എൻ്റെ ചെടികളിൽ ഇടാറില്ല. നിങ്ങളുടെ വീട്ടിലും റോസ് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഇത്ര ഹെൽത്തി ആയിട്ട് ഇതിനെ എങ്ങനെയാണ് വളർത്തിയെന്നുള്ള വീഡിയോസാക്കി ഇടാം.